ഗൈസ് എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെസ്സി ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. ഇന്ന് സെപ്റ്റംബർ 13th ഫ്രൈഡേ ആണ് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. നാളെ സെപ്റ്റംബർ 14th സാറ്റർഡേ ആണ്. നാളെ ഒന്നാം ഓണമാണ്, ഉത്തരാടമാണ്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ പ്രിയപ്പെട്ട എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണക്കാലം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നാളെ ഓണമായിട്ട് നമുക്കിന്ന് ഓണം സ്പെഷ്യൽ തന്നെ ആയാലോ. ഞാനിന്ന് വന്നതാണുള്ളത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ തികച്ചും വ്യത്യസ്തമായ രീതിയിലുള്ള പായസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. നാളെ ഓണമാണ്, എല്ലാവരും ഈ പായസം വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. ഞാനിന്നിവിടെ ഈ പായസം ഉണ്ടാക്കുന്നത് ചൊവ്വരിയിലും അതേപോലെ തന്നെ ക്യാരറ്റിലുമാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 ഗ്ലാസ് ചൊവ്വരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചൊവ്വരി ഒരു 5-6 തവണ നല്ലപോലെ വെള്ളം ഒഴിച്ച് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൊവ്വരിയിൽ എന്തെങ്കിലും സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ പോകാനാണ് നമ്മളിങ്ങനെ കഴുകി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ കഴുകിയെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 2 മണിക്കൂറൊന്നും ഞാൻ കുതിർക്കാനായി വെച്ചിരുന്നു കേട്ടോ. 2 മണിക്കൂറിന് ശേഷം ഞാനിവിടെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ചൊവ്വരി മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്തിനാ ഇങ്ങനെ 2 മണിക്കൂർ കുതിർക്കാനായി വെക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ടുള്ള ചൊവ്വരി പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. 2 മണിക്കൂറൊന്നും കുതിർക്കാനായി വെക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് 3 ക്യാരറ്റാണ് കേട്ടോ. 3 മീഡിയം വലിപ്പത്തിലുള്ള ക്യാരറ്റ് നന്നായി കഴുകിയതിന് ശേഷം അതും ഗ്രേറ്ററിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ പായസത്തിലേക്ക് വറുത്ത് കൂട്ടാനായിട്ട് കുറച്ച് കാഷ്യൂനട്ടും അതേപോലെ തന്നെ കുറച്ച് ഗോൾഡൻ റൈസിൻസ് സ്വർണ്ണ കളർ ഉണക്കമുതിരും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പശുവും പാലാണ് 1 ലിറ്റർ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ബ്രൗൺ ഷുഗറും ഉപയോഗിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കര പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ നമുക്കിതിന് വേണം കേട്ടോ. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായി വന്നതും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 3 ക്യാരറ്റ് നന്നായി ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഈ ക്യാരറ്റ് ഒരു 2-3 മിനിറ്റ് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നെയ്യ് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ നെയ്യിൽ നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് വരെ മാത്രം വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാടൊന്നും നെയ്യിലിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരു 2-3 മിനിറ്റ് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. നെയ്യിൻ്റെ ഫ്ലേവർ ക്യാരറ്റിലേക്കൊന്ന് പിടിച്ച് കിട്ടിയാൽ മാത്രം മതിയാവും. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. 2-3 മിനിറ്റ് വരെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കൈവിട്ട് പോയാൽ ക്യാരറ്റിൻ്റെ അടിഭാഗമെല്ലാം കരിഞ്ഞു പോകും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ക്യാരറ്റ് നല്ലപോലെ ആ നെയ്യിലൊന്ന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് തന്നെ വേണം കേട്ടോ ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പഞ്ചസാരയെല്ലാം കരിഞ്ഞു പോയിട്ട് പായസത്തിനൊരു കയ്പ്പ് രസം വരും. അതുകൊണ്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ തന്നെ വെച്ചിട്ട് വേണം കേട്ടോ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട്. ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ് വരെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഷുഗർ എല്ലാം ഒന്ന് മെൽറ്റായി കാരമലൈസ് ആയി കിട്ടിക്കോളും. ഗ്യാസിൻ്റെ ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ വെക്കരുത്. അങ്ങനെ വെച്ച് കൊടുത്താൽ പഞ്ചസാരയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഉണ്ടാക്കുന്ന പായസത്തിന് കയ്പ്പ് രസം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ.
അങ്ങനെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കും തന്നെ പഞ്ചസാരയെല്ലാം മെൽറ്റായി ഇതേപോലെ കാരമലൈസായി വന്നിട്ടുണ്ട് കേട്ടോ. പഞ്ചസാരയെല്ലാം മുരുകി ഇതേപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കാച്ചാത്ത പാൽ തന്നെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പശുമ്പാലാണ് ഞാനിവിടെ 1 ലിറ്റർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ 1 ലിറ്റർ പാൽ മുഴുവനായും അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്ത് എടുത്തിട്ടുള്ളത് അലിഞ്ഞു കിട്ടാനായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി അതിനുശേഷം കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടിയിലുള്ള പഞ്ചസാര മെൽറ്റായതെല്ലാം ഈ പാലിലേക്കൊന്ന് മിക്സായി കിട്ടാനായിട്ട് ഇതേപോലെ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ നല്ലപോലെ പാലൊന്ന് തിളച്ച് വരട്ടെ. ഞാനിതാ 2 മണിക്കൂർ ചവ്വരി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുതിർക്കാനേ വെച്ചിരുന്നു കേട്ടോ. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചവ്വരി മാത്രമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർക്കാനേ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഈ ചവ്വരി പാലിലേക്ക് ഇട്ട് കൊടുത്ത സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അതിനാണ് നമ്മളിവിടെ 2 മണിക്കൂർ വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായി വെക്കുന്നത് കേട്ടോ. അത് കുതിർന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്തെടുത്തിട്ട് വരാം. ചവ്വരി ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്കും 2 മണിക്കൂറിനുള്ളിൽ ചവ്വരി ഒന്ന് കുതിർന്ന് വരുമ്പോഴേക്കും നമുക്ക് വീട്ടിൽ വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ പാൽ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് പാൽ ഇതെല്ലാം ഇതേപോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ പാൽ നല്ലപോലെ തിളച്ച് വന്നാൽ അതിലേക്ക് പാൽ നല്ലപോലെ തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചവ്വരി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിലെല്ലാം കരിഞ്ഞു പോവും. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ആദ്യം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചവരിയെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇടയ്ക്കൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുതേ. ഇളക്കി കൊടുക്കാതിരുന്നാൽ പെട്ടെന്ന് തന്നെ അടിപ്പിടിച്ച് പോകും. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചവരിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന സമയത്ത് വെള്ള കളറിലായിരുന്നു നമ്മുടെ ചവരി. അതെല്ലാം നല്ലപോലെ വെന്ത് ഇതേപോലെ ക്രിസ്റ്റലിൻ്റെ കളറിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചവരിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇതേപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ മൊത്തത്തിൽ 20 മിനിറ്റ് വരെ നമുക്ക് ഈ ചവ്വരി ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചവരിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇതേപോലെ ക്രിസ്റ്റലിൻ്റെ കളറിലായി കിട്ടിയിട്ടുണ്ട്. ചവരിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ചവ്വരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വെള്ള കളറിലായിരുന്നു. ഇപ്പോൾ അതല്ലെങ്കിൽ നല്ലപോലെ വെന്ത് ഇതേപോലെ ക്രിസ്റ്റലിൻ്റെ കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് എന്ന് പറഞ്ഞാൽ 3/4 ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. 3/4 ഗ്ലാസ് പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമുക്ക് ശർക്കര പാനിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ശർക്കര പാനിന് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ട. ഗ്യാസ് സ്റ്റവിൽ നിന്നും ഈ പായസം താഴേക്ക് ഇറക്കി വെച്ച ശേഷം മാത്രമേ ശർക്കര പാനി ചേർത്ത് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാരയെല്ലാം എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് കുറുകാനായിട്ട് വെക്കാം കേട്ടോ. നല്ലപോലെ ഇതൊന്ന് കുറുകി വരട്ടെ. പാലെല്ലാം ചെറുതായിട്ടൊന്ന് വറ്റി കുറുകി വരട്ടെ. അപ്പോഴേ നമ്മുടെ പായസം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇടയ്ക്ക് ഇതേപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കാനും മറക്കരുത്. അല്ലാതെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോകും. അതുകൊണ്ട് ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം മെൽറ്റായി ചെറുതായിട്ടൊന്ന് പായസം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പാലെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പായസത്തിന് ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ലപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കാം. നല്ലൊരു ക്രീമി ടെക്സ്ചർ കിട്ടാനായിട്ടാണ് നമ്മളിങ്ങനെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് കുറുകാനായിട്ട് വെക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുതേ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അടി പിടിക്കാതിരിക്കാനായിട്ട്. ഇനി അതിലേക്ക് നമ്മൾ നെയ്യിൽ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂൺ ഞാൻ മാറ്റി വെച്ച ശേഷം ബാക്കിയുള്ള ക്യാരറ്റ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പായസം തന്നെയാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ പായസമാണ് കേട്ടോ ഇത്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. നാളെ ഓണാണ്, എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റവിൽ നിന്നും താഴേക്ക് മാറ്റി വയ്ക്കാം. ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും താഴേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പായസം. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാഷ്യൂനട്ടും ഗോൾഡൻ റൈസിൻസും എല്ലാം നമുക്ക് നെയ്യിലൊന്ന് വറുത്ത് കൊട്ടാം. ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തേക്കും കൂടി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ ഇതുപോലെ വന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും താഴേക്ക് മാറ്റി വെച്ച ശേഷം ഒരു പാൻ ചൂടാക്കാനായി വയ്ക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഗോൾഡൻ റൈസിൻസും കാഷ്യൂനട്ടും ഈ പായസത്തിലേക്കൊന്ന് വറുത്ത് കൊട്ടാം കേട്ടോ. ഗ്യാസ് സ്റ്റോപ്പിൽ നിന്ന് താഴേക്ക് മാറ്റി വെച്ച ശേഷം മാത്രമേ ശർക്കരപ്പാനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ. ഞാനിവിടെ ശർക്കരപ്പാനിക്ക് പകരമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3/4 കപ്പ് ശർക്കര പൊടിച്ചത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം. 3/4 കപ്പ് എന്ന് പറഞ്ഞാൽ 3/4 ഗ്ലാസ് തന്നെ വരും. ശർക്കര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം. ശർക്കരയെല്ലാം മുരുകി വന്നാലും മെൽറ്റായി വന്നാലും ഒരു അരിപ്പിലേക്ക് അരിച്ച ശേഷം നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്താണ് കേട്ടോ നമ്മൾ ശർക്കര പാനി ഒഴിച്ച് കൊടുക്കേണ്ടത്. ഗ്യാസ് സ്റ്റോപ്പിൽ നിന്നും താഴേക്ക് മാറ്റി വെച്ച ശേഷം മാത്രമേ നമുക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഞാനത് ആവശ്യത്തിനുള്ള ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഗോൾഡൻ റൈസിൻസും കാഷ്യൂനട്സും നമുക്കൊന്ന് വറുത്ത് കൊട്ടാം. അതേപോലെ ശർക്കരപ്പാനി ഉണ്ടാക്കി എടുത്തിട്ട് അരിച്ചെടുക്കുന്ന സമയത്ത് ചൂടോടുകൂടി അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് അരിപ്പ് ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ.
പ്ലാസ്റ്റിക് അരിപ്പയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുക്കി പോകാൻ സാധ്യതയുണ്ട്. സ്റ്റീലിൻ്റെ അരിപ്പയിലേക്ക് തന്നെ വേണം കേട്ടോ ശർക്കരപ്പാനി ചൂടോട് കൂടെ ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുത്തിട്ട് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് പായസത്തിലേക്ക് കാഷ്യൂ നട്ട്സ് ഒന്ന് വറുത്ത് കൊട്ടാം. അതിനായിട്ട് ഞാനിവിടെ ഇതേപോലത്തെ പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെയ്യ് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്, വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്യൂ നട്ട് ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് എല്ലാം ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ കാഷ്യൂ നട്ട്സ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടെ, അതായത് ഗോൾഡൻ റൈസിൻസ് എന്ന് പറയും, സ്വർണ്ണ കളറിൽ ഉണക്കമുന്തിരി, അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അങ്ങനെ അതാ കാഷ്യൂ നട്ടും കിസ്മിസും എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പായസത്തിലേക്ക് ഇടാം. ചൂടോടെ കൂടെ തന്നെ ഞാനിതാ വറുത്തെടുത്തിട്ടുള്ള കിസ്മിസും കാഷ്യൂ നട്ടും പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള കാഷ്യൂ നട്ട് കിസ്മിസ് എല്ലാം പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഇളക്കിയെടുത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡിയായി കിട്ടും. വെറൈറ്റി ആയിട്ടുള്ള പായസം ഇവിടെ റെഡിയായി കിട്ടും. ഇനി വീട്ടിലെ ചൊവ്വരിയും അതേപോലത്തെ സാബുദാനിയും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പായസം ഉണ്ടാക്കി നോക്കട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പിറന്നാളോ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറിയോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ വരുമ്പോൾ, വിഷു ഓണമൊക്കെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ വരുമ്പോൾ ഇതേപോലെ പായസം ഉണ്ടാക്കി നോക്കട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. വെറൈറ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഇത്. സാബുദാനി, അത് ചൊവ്വരിയും ക്യാരറ്റും ഒക്കെ ചേർത്തിട്ടില്ല, നല്ല വെറൈറ്റി ആയിട്ടുള്ള പായസമാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവിങ് ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാവർക്കും സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഓണം സ്പെഷ്യലായ സാബുദാന ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. നാളെ ഓണമാണ്, നാളെ ഉത്രാടം, മറ്റന്നാൾ തിരുവോണം ഒക്കെയാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കും കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക, കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ ഓണം സ്പെഷ്യലായ സാബുദാന ക്യാരറ്റ് പായസം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമ്മളിതാ സർവിങ് ബോളിലേക്ക് പായസത്തെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ പായസത്തിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നമ്മൾ മാറ്റി വെച്ചിരുന്നു 1 ടേബിൾ സ്പൂൺ ക്യാരറ്റും നമ്മൾ മാറ്റി വെച്ചിരുന്നു. അത് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നതാ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാബുദാന ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പായസത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. സാധാരണ നമ്മൾ സേമിയയും അതേപോലെ അരിയൊക്കെ ഇട്ടിട്ടാണ് പായസം ഉണ്ടാക്കാറുള്ളത്, അടയൊക്കെ ഇട്ടിട്ടാണ് പായസം ഉണ്ടാക്കാറുള്ളത്. ഇനിയിപ്പോൾ പായസം ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ചൊവ്വരിയും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് പായസം ഉണ്ടാക്കി നോക്കട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ. പ്രിയപ്പെട്ട എല്ലാവർക്കും ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സപ്പോർട്ട് us. ഈ ഓണക്കാലം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവരെയും വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.